അഭിമുഖ്യം വരും. പുണ്യപൂരത്തിനാലാധിനാഥൻ കൃപാലേശമുള്ളോർക്കുടൻ ശാപമുണ്ടായ ശേഷം പരീക്ഷത്തിനുണ്ടായി പോൽ പണ്ടൊരു കൃഷ്ണരാമാഹരേ ജയ. കർണനുമായിട്ട് യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് അപമാനിതനായിട്ട് യുധിഷ്ഠിരൻ തൻ്റെ ശിബിരത്തിലേക്ക് മടങ്ങി വന്ന് വിശ്രമിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് യുധിഷ്ഠിരനെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് ഭീമസേനനോട് കൃഷ്ണാർജുനന്മാർ പോയി ചോദിച്ചപ്പോൾ ഭീമൻ പറഞ്ഞു, ഞാൻ യുദ്ധഭൂമിയിൽ നിന്ന് മാറാൻ തയ്യാറല്ല, നീ പോയി അന്വേഷിക്കുകയെന്ന്. അങ്ങനെ അവരെ അന്വേഷിച്ച് എത്തിച്ചേർന്നത് യുധിഷ്ഠിരൻ്റെ ശിബിരത്തിലാണ്. ഇവരെ കണ്ട ഉടനെ യുധിഷ്ഠിരന് സന്തോഷമായി. ചാടി നിറ്റു, അർജുന കർണവധം കഴിഞ്ഞു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അർജുനൻ പറഞ്ഞു, ഞാൻ കാലത്ത് തൊട്ട് സംശപ്തകന്മാരുമായിട്ട് യുദ്ധം ചെയ്യണമെന്ന് അങ്ങേർക്ക് അറിയില്ലേ? അതൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ അങ്ങേ അവിടെ ഒന്നും കാണാനില്ല, അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതാണ് എന്ന് അർജുനൻ പറഞ്ഞു. അതൊട്ടും ശരിയായില്ല അർജുന. ഭീമനെ ഒറ്റയ്ക്ക് യുദ്ധഭൂമിയിൽ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത് അത്ര ശരിയായോ? നീ കർണനെ പേടിച്ച് പോന്നതാണെന്നല്ലേ എല്ലാവരും പറയുക. പാണ്ഡവരിൽ ഒരാൾ പേടിത്തൂറിയായി എന്ന് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഇതിൽ പരം വേറെ എന്താ ഉള്ളത്? മരണമാണ് അതിലും ഭേദം, സംശയമൊന്നുമില്ല. എന്താ നീ ഇങ്ങനെയൊക്കെ കാണിക്കാൻ? ഒരു കാര്യം ചെയ്യേ, നിനക്ക് കർണനെ പേടിയാണെങ്കിൽ അഗ്നിദേവൻ തന്ന ഗാണ്ഡീവമുണ്ടല്ലോ, അതും അമ്പൊഴിയാത്ത അവനാഴിയും ശ്രീകൃഷ്ണനെ ഏൽപ്പിക്കേ. അങ്ങേര് കർണവധം നടത്തിക്കൊള്ളും, നിന്നെ കൊണ്ട് അതിനൊന്നും വൈക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഇത് കേട്ടില്ലേ അർജുനന് ആകെ ദേഷ്യം വന്നു. തൻ്റെ അഭിമാനത്തിനെയാണ് ചേട്ടൻ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതുമാത്രമോ, ഗാണ്ഡീവം ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആള് വധ്യനാണ് എന്നൊരു ഗൂഢ സത്യവും അർജുനനുണ്ട്. ഇപ്പോൾ ചേട്ടനെ പറഞ്ഞേക്കണത് ഗാണ്ഡീവം കൃഷ്ണനെ ഏൽപ്പിക്കാൻ. അപ്പം ചേട്ടനെ കൊല്ലണം. ദേഷ്യമാണ്. വാളങ്ങോട്ട് ഊരി വെട്ടാൻ പുറപ്പെട്ടു. ഉടനെ കൃഷ്ണൻ കയറി തടഞ്ഞു. അർജുനൻ, നീ എന്താ ഈ കാണിക്കണത്? നിനക്ക് ചിത്തഭ്രമം വന്നിരിക്കണോ? അപ്പോൾ അർജുനൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ചേട്ടനാന്ന് വെച്ചിട്ട് എന്തും പറയാമെന്നാ? എൻ്റെ ഗാണ്ഡീവം വേറൊരാൾക്ക് ഏൽപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ ആ ആളെ കൊല്ലുന്നുള്ള എൻ്റെ ഗൂഢ സത്യം അങ്ങക്ക് അറിയണതാണല്ലോ. അതുകൊണ്ട് ജ്യേഷ്ഠനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ സത്യം പരിപാലിക്കപ്പെടേണ്ടതാണ്. ചേട്ടനായാലും ഞാൻ കൊല്ലുന്ന ചെയ്യും. അർജുന, സത്യം എപ്പോഴും പരിപാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. സത്യവും ധർമ്മവും അഹിംസയാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഹേതുക്കളായിട്ടുള്ള 3 കാര്യങ്ങൾ. അവ പരിപാലിക്കപ്പെടേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ സത്യധർമ്മങ്ങളുടെ പൊരുൾ ശരിക്ക് അറിയാത്തവന് അത് പരിപാലിക്കാൻ കഴിയില്ല. മൂഢന്മാർ എപ്പോഴും സത്യധർമ്മങ്ങളെ പരിപാലിക്കാൻ കഴിയാത്തവരാണ്. അതുകൊണ്ട് എന്താണ്ടാവണേ? വിപരീത ഫലങ്ങളാണ് മൂഢന്മാർ വരുത്തി വയ്ക്കുന്നത്. സത്യം ചില സമയത്ത് അസത്യമായിട്ടും അസത്യം ചില സമയത്ത് സത്യമായിട്ടും മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നീ ഇപ്പോൾ സത്യസംരക്ഷണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് സ്വന്തം ജ്യേഷ്ഠനെ ഗുരുസ്ഥാനീയനെയാണ് കൊല്ലാൻ പുറപ്പെട്ടിരിക്കുന്നത്. ഈ സത്യം നീ നടപ്പാക്കിയാൽ ആജീവനാന്തം നിൻ്റെ ദുഃഖത്തിന് കാരണമായി തീരില്ലേ എന്ന് ഒന്ന് ആലോചിക്കൂ. ഞാൻ ഒരു കഥ പറയാം. പണ്ട് അതിക്രൂരനായ ഒരു മൃഗം അത് ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് ഒരു വരം വാങ്ങിച്ചു. എല്ലാ മൃഗങ്ങളെയും കൊല്ലാന്ന്. നാടന്ന് കൊല്ല ക്രൂരനായ മൃഗ. അവസാനം അതിന് കണ്ണ് കാണാണ്ടായി വയസ്സായിട്ട്. എന്നാലും അതിൻ്റെ ക്രൂരതയ്ക്ക് ഒരു കുറവുമില്ല. അങ്ങനെ അത് ഒരു ദിവസം വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വേടൻ അമ്പ ചെയ്ത് അതിനെ കൊന്നു. ഉടനെ ദേവതകൾ വേടനെ പുഷ്പവൃഷ്ടി നടത്തി. സ്വർഗത്തുനിന്ന് രഥം വന്ന് വേടനെ കൊണ്ടുപോയി. ചെയ്തത് ഹിംസയാണ്. വേടൻ ചെയ്തത് ഹിംസയാണ്. പക്ഷേ അത് പ്രശംസിക്കപ്പെട്ടു. എന്തുകൊണ്ടാ? വളരെ ദുഷ്ടനായ ഒരു മൃഗത്തിനെ
കൊന്ന് മറ്റ് മൃഗങ്ങളെ സംരക്ഷിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ ഹിംസയല്ലാതായി തീരുകയാണ് ഉണ്ടായത്. അതേപോലെ കൗശിക വംശത്തിലെ ഒരു താപസൻ മഹാസത്യവാനാണെന്ന് ലോകം മുഴുവൻ പ്രശസ്തി നേടിയ ആളാണ്. അയാൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ കള്ളന്മാർ അയാളുടെ മുമ്പിൽ കൂടി ഓടിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജഭടന്മാർ കള്ളന്മാരെ തേടി വന്നു. അവരിവിടെ വന്ന് ഈ കൗശിക ബ്രാഹ്മണനോട് കള്ളന്മാർ ഏത് വഴിക്കാ പോയി എന്ന് ചോദിച്ചു. സത്യവാനല്ലേ, ഈ വഴിക്കാ പോയി കണയെന്ന് പറഞ്ഞു കൊടുത്തു. രാജകിങ്കരന്മാർ ഈ ബ്രാഹ്മണൻ പറഞ്ഞ വഴി കൂടി പോയി ആ കള്ളന്മാരെ മുഴുവൻ പിടിച്ചു രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. കള്ളന്മാർക്ക് വേറൊന്നുമില്ല, രാജാവ് വധശിക്ഷ വിധിച്ചു. എല്ലാ കള്ളന്മാരെയും കൊല്ലുകയും ചെയ്തു. ഈ ബ്രാഹ്മണൻ പറഞ്ഞത് പരമസത്യം. പക്ഷേ ആ പരമസത്യം കാരണം കുറേ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഈ ഹിംസകളുടെ മുഴുവൻ ഫലം ആ ബ്രാഹ്മണന് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അവസാനം നരകത്തിലാണ് ചെന്നെത്തിയത്. ഇത്രയും കാലം സത്യധർമ്മത്തോടുകൂടി ജീവിച്ച ബ്രാഹ്മണൻ ഒരു നിമിഷം കൊണ്ട് ഹിംസയ്ക്ക് കാരണഭൂതനായി തീർന്നു. അതുകൊണ്ട് വിവേചന ബുദ്ധിയോടുകൂടി വേണം സത്യധർമ്മങ്ങളെ പരിപാലിക്കാൻ. അപ്പം അർജുനൻ ചോദിച്ചു, എൻ്റെ പ്രതിജ്ഞ നിറവേറ്റണ്ടേ, അത് ഞാൻ പിന്നെ എങ്ങനെയാണ് നിറവേറ്റുക? അപ്പോൾ ഭഗവാൻ പറയണു, ഗുരുജനങ്ങളെ വധിക്കാതെ വധിക്കുക, അങ്ങനെയാണ് ആ പ്രതിജ്ഞ നിറവേറ്റേണ്ടത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു. ബഹുമാനിക്കേണ്ടവനെ മുമ്പിൽ നിന്നിട്ട് നീ എന്ന് വിളിച്ചാൽ മതി ഇത്ര. അതോടുകൂടി ആ ബഹുമാനം ഇല്ലാണ്ടാവുന്നു. അപ്പോൾ പ്രതിജ്ഞ നിറവേറ്റിയതായിട്ട് കണക്കാക്കപ്പെടുന്നു. ഉടനെ തന്നെ അർജുനൻ തൻ്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരനെ നീ എന്ന് അഭിസംബോധന ചെയ്തു. അത് കേട്ട യുധിഷ്ഠിരൻ ലജ്ജിച്ച് തല താഴ്ത്തുകയും ചെയ്തു. അപ്പോൾ അടുത്ത പ്രശ്നമായി, കൃഷ്ണ, ഗുരുവിനെ പോലെയുള്ള എൻ്റെ ചേട്ടനെ ഞാൻ നീ എന്ന് അഭിസംബോധന ചെയ്തു, ഇത് മഹാപാപായില്ലേ, ഇതിൽ നിന്ന് ഞാൻ ഇനി എങ്ങനെയാണ് നിവർത്തിക്കാന്നായി. അപ്പം അതിനും ഭഗവാന്റെ കയ്യിൽ മറുപടി ഉണ്ടേ. ആത്മപ്രശംസ ചെയ്താൽ മതി. അവനവൻ ആത്മപ്രശംസ ചെയ്യുമ്പോൾ അവനവൻ നിന്ദ്യനായി തീരും. അതോടുകൂടി ആ പാപം തീരും. അങ്ങനെ അർജുനൻ തന്നെത്താനെ അവനവനെ പറ്റിയിട്ട് അവരുടെ മുമ്പിൽ വെച്ച് ഒരു വലിയ പ്രസംഗമൊക്കെ നടത്തി. ഞാൻ വലിയ വില്ലാളി വീരനാണ്, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ. അതോടുകൂടി അർജുനൻ്റെ ആ പാപവും അവസാനിച്ചു അത്രേ. ശരി, ഇനി പോവുക എന്ന് പറഞ്ഞ് പുറപ്പെട്ടപ്പോൾ അടുത്ത യുധിഷ്ഠിരൻ്റെ ആവലാതി, കൃഷ്ണ, അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാ, ഇത്രയധികം ആളുകളെ കൊന്ന് ഞാൻ എങ്ങനെയാ ധർമ്മം പരിപാലിക്കുക? അതിനെക്കാട്ടിലും ഭേദം ഇതൊക്കെ നിർത്തി കർണൻ പറഞ്ഞത് മാതിരി കാട്ടിലെങ്ങാനും പോയി ഇരുന്ന് തപസ് ചെയ്യല്ലേ നല്ലത്. എനിക്ക് ഈ രാജ്യവും വേണ്ട, ഒന്നും വേണ്ടാതായി. ഇത് കേട്ട ഉടനെ തന്നെ ഭഗവാൻ യുധിഷ്ഠിരന് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ടായി. രാജാവ് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് ക്ഷത്രിയ ധർമ്മം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് യുധിഷ്ഠിരനെ വീണ്ടും ഉത്തേജിപ്പിച്ചു. കൃഷ്ണനും അർജുനനും തിരിച്ച് യുദ്ധഭൂമിയിലേക്ക് പുറപ്പെട്ടു. അപ്പം വൈകുന്നേരമായിട്ടില്ല. 17ാമത്തെ ദിവസത്തെ യുദ്ധം കൊടുമ്പിരി കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.